ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മളെടുക്കുന്ന പാട്ട് രാഗം മധ്യമാവധി. പാട്ട് നീർമിഴിപ്പീലേ നീർമണി തുളുമ്പി നീയൻ അരികിൽ വന്നു. അതിൻ്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ONV സാറാണ്. നെറ്റിനകത്ത് അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഒരു ലൈൻ എന്നെ ഒത്തിരി എൻ്റെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്തു. ആ ലിറിക്സിലെ അത് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ക്ലാസ് എടുക്കുന്നതിന് മുന്നേ. എന്നുവെച്ചാൽ ഒരു കുട്ടി എന്നോട് ആവശ്യപ്പെട്ടു, മിസ്സ് ഭയങ്കര സീരിയസാണ്, ആരോടൊന്നും മിണ്ടത്തില്ല, ക്ലാസ്സിനെ പറ്റി മാത്രം പറയുക, അതുകൊണ്ട് മിസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനന്നേരം അതുകൊണ്ടാണ് ഈ ലിറിക്സിലെ ഇത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിനകത്തെ മാനസഭാവങ്ങൾ മൗനത്തിൽ ഒളിപ്പിച്ച് മാനിനി നാമിരുന്നു എന്നൊരു വചനം കാണുന്നുണ്ട്. അപ്പോഴേ അത് എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യാൻ കാരണം 77 എനിക്കൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, വിദേശത്ത് പോകണം, ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ ഒളിപ്പിക്കുകയായിരുന്നു, ഞാൻ ആരോടും പറയത്തില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഫൈനലി ഒരിക്കൽ ഗ്രാൻഡ്മയോട് പറഞ്ഞു, അമ്മച്ചി എനിക്ക് വിദേശത്ത് ഫ്ലൈറ്റ് എടുത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അമ്മച്ചിയോട് പറഞ്ഞ്, ഒരു മോളെ 4 നേരം നീ ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് നിനക്കിങ്ങനത്തെ ആഗ്രഹം, ഒരു നേരം പട്ടിണി കിടക്കും, അപ്പം നിനക്ക് ഈ ആഗ്രഹമെല്ലാം താനേ പോകുമെന്ന് പറഞ്ഞു. അമ്മച്ചി സ്നേഹമില്ലാണ്ട് പറഞ്ഞല്ല, 77, 80 നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരുന്നു. പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി ഉണ്ടല്ലോ, നമ്മളൊക്കെ ദൈവം എന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ടത്. അപ്പോൾ ആ ശക്തി അത് കേട്ടിരിക്കണം. അതുകൊണ്ടായിരിക്കും 1990 ജൂലൈ 30 ഞാനൊന്ന് ഫ്ലൈറ്റ് എടുത്ത് വിദേശത്തേക്ക് പോയി. അതൊരു 30 വർഷം ഞാൻ വിദേശത്തായിരുന്നു, പോയി വന്നും പല രാജ്യങ്ങൾ. അപ്പോൾ അവിടെ പോയാണ് ഇതെല്ലാം പഠിച്ചത്, സംഗീതം പഠിച്ചത് എല്ലാം ഞാൻ പഠിച്ചത് വിദേശത്താണ്, നാട്ടിലൊന്നും തന്നെ പഠിച്ചില്ലായിരുന്നു. അപ്പോൾ ഇതാണ് എന്നെപ്പറ്റി നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങളും ആഗ്രഹിക്കുക, മാനസഭാവങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കേണ്ട, ഇത് നമ്മൾ പരിശ്രമിക്കുക, നമ്മൾക്കത് വിജയിക്കും. അതാണ് ആ ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ആരംഭിക്കുക. എനിക്ക് കീബോർഡിലേക്ക് നോക്കാം. നമുക്ക് മധ്യമാവധി രാഗത്തിൻ്റെ സ്വരസ്ഥാനം കാണിച്ചു തരാം. പിന്നെ ഈ പാട്ട് മിസ് വളരെ സ്ലോയിലായിട്ട് എടുത്ത് കാണിച്ചു തരാം. കാര്യം കുട്ടികൾ ആവശ്യപ്പെടുന്നത് ഒത്തിരി സ്പീഡിൽ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് സ്ലോയിൽ കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സ്ലോയിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ടെമ്പോ മിസ്സാകാൻ ചാൻസ് ഉണ്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ പാട്ടിൻ്റെ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, കൈഷിക വിഷാദം, ഷഡ്ജം. ഇതാണ് ഫസ്റ്റ് പല്ലവി. അനുപല്ലവി വരുമ്പോൾ അപ്പം ഇങ്ങനെയാണ് ഇത്. ഇത്രയാണ് ഈ പാട്ടിൻ്റെ ലെന്ത് വരുന്നത്. ഇവിടെ ജിയിൽ നിന്ന് നമ്മൾ സി വരെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഫിംഗർ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ നോക്ക്, സാവകാശം കാണിച്ചു തരാം, അത് കണ്ട് പഠിക്കും. ഇത്രയാണ്. പിന്നെ സെക്കൻഡ് ഇപ്പോൾ സ്റ്റാൻസിൽ നമ്മൾ അനുപല്ലവി കഴിഞ്ഞ് പല്ലവി വരുമ്പോഴും ഇത്ര ഈ കീഴിൽ തന്നെ പാട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതുണ്ട അങ്ങനെ വരും.
പിടിക്കുമ്പോൾ പിന്നെ നിങ്ങൾ കേട്ടെ. ഈ സ്വരത്തിൽ തന്നെ പാട്ടുണ്ട്, ഈ അന്യസ്വരമൊന്നും കയറി വന്നിട്ടില്ല. അപ്പോഴേ നമ്മൾ വന്നിട്ട് ഇനി ഇതിൻ്റെ കോഡ്സ് എങ്ങനെ എടുക്കും? അപ്പോൾ നമുക്ക് ഇതുണ്ടല്ലേ, ഈ സ്വരമുണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട് അല്ലേ, സി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി കിട്ടുന്ന കോഡ്സ് എങ്ങനെ നമുക്ക് നോക്കാം. ഇത് കണ്ട് ബി ഫ്ലാറ്റ് മേജർ നമുക്ക് പിടിക്കാം. ഇവിടെ വേണം നിങ്ങൾ പിടിക്കാൻ, പക്ഷേ മിസ് ഇവിടെ കാണിച്ചു തരും കണ്ടോ. ബി ഫ്ലാറ്റ് മേജർ എടുത്തു അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ജി മൈനർ എടുക്കാം. അപ്പോഴും ഈ 3 നോട്ട് കയറി വരുന്നുണ്ടല്ലേ, 3 കീസ് ഉണ്ട്. പിന്നെ ബി ഫ്ലാറ്റ് 6 എടുക്കാം കണ്ടോ. അപ്പോഴും എല്ലാ നോട്ടും, ഇനി ഒരു സ്വരമല്ലാത്ത എല്ലാ സ്വരം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വന്നിട്ട് C7 എടുക്കാം. ഈ ഒരു നോട്ട് കയറി വരുന്നുണ്ടെങ്കിലും അത് വലിയ ഇഷ്യൂ അല്ല അവിടെ കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ എഫ് മേജർ വേണം പിടിക്കാം, പക്ഷെ അപ്പോഴും ഇവിടെ സ്വരം വരുന്നുണ്ടെങ്കിലും വലിയ ഇത് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വന്നിട്ട് ഡി മൈനർ എടുക്കാം. അത് ആവശ്യമെങ്കിൽ നിങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ ഈ കാണിച്ച ഇതിനകത്ത് തന്നെ ഇത് തന്നെ കുട്ടികളാകുമ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ മിസ്സ് ഇനിയാണ് നമുക്ക് ബോർഡിലോട്ട്, നമ്മൾ ഇനി ബോർഡിൽ മിസ് എഴുതിയിരിക്കുന്നത് A6, എ ഫ്ലാറ്റ് 6, എ ഫ്ലാറ്റ് മൈനർ 6. അത് നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഇത് കണ്ടോ, ഇത് വന്ന് എയുടെ ഫ്ലാറ്റ് എടുക്കണം, സിയെ പിടിക്കുക, ബി ഇ ഫ്ലാറ്റ് പിടിക്കുക, എഫിൽ പിടിക്കുക. ഇത് വന്ന് എ ഫ്ലാറ്റ് 6. എ ഫ്ലാറ്റ് മൈനർ 6 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കൈ ഇതെടുക്കുക. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും, ഇത് മാത്രം ഇങ്ങനെ എടുത്ത് വെക്കരുത്, നിങ്ങളിങ്ങനെ എടുത്തിട്ട് കണ്ട. അപ്പം നമ്മളൊന്ന് തിരിച്ചിങ്ങോട്ട് വെച്ചാൽ എന്ത് സംഭവിച്ചു? സോറി, എ ഫ്ലാറ്റ് 6 വന്നു അല്ലേ. മിസ്സിൻ്റെ ഫിംഗർ സ്ട്രെങ്ത് കുറവാണ് കേട്ടോ. ഇതുണ്ടോ, എ ഫ്ലാറ്റ് 6 വന്നു, മൈനർ 6 വന്നു. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ടേണ്ട, ഇങ്ങനെ വരരുത്, ഇതാണ് കോഴ്സിൻ്റെ ഇത്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്ക് വെർഷൻ മാറ്റി പിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ എഫ് വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പിടിക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഇൻവെർഷൻ മാറ്റി പിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പിടിക്കാം, ഇങ്ങനെ മാറ്റി പിടിക്കാം. സി ആണെങ്കിൽ അടുത്ത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് മാറ്റി എടുക്കുക. അതായത് ഇതാണ് ഇതിനകത്ത് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇനി ബോർഡിലേക്ക് നോക്കാം. ബോർഡിൽ മിസ് 2 കോഡ്സാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം കൂടി എഴുതിയാൽ ഒരുമാതിരി മെസ്സപ്പായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എ ഫ്ലാറ്റ് 6ൻ്റെ അത് മിസ് പിടിച്ച് കാണിച്ചാന്നല്ലേ. ഈ ഫ്ലാറ്റെ പിടിച്ചു, എഫിൽ പിടിച്ചു, സിയിൽ പിടിച്ചു, എ ഫ്ലാറ്റിൽ പിടിച്ചു അല്ലേ. ഇത് വന്ന് എ ഫ്ലാറ്റ് 6, എ ഫ്ലാറ്റ് 6. പക്ഷേ ഇത് വന്ന് എ ഫ്ലാറ്റ് മൈനർ 6 വരുമ്പോൾ നമ്മൾ എന്താ പിടിച്ച് കാണിച്ചായിരുന്നു? എഫിൽ പിടിച്ചു, ഈ ഫ്ലാറ്റിൽ പിടിച്ചു, സി ഫ്ലാറ്റ് എന്ന് പറയും. നമ്മൾ ബി നോട്ടാണ്, സിയുടെ ഫ്ലാറ്റ് പിടിച്ചു കാണിച്ചു, എ ഫ്ലാറ്റ് പിടിച്ചു അല്ലേ. ഫിംഗർ നമ്പർ ഇങ്ങനെ വന്നു. പക്ഷേ മിസ് ചിലപ്പോഴൊക്കെ ഫിംഗർ നമ്പർ ചേഞ്ച് ചെയ്യാറുണ്ട്, കാരണം മിസ്സിൻ്റെ ഫിംഗറിന് ലിറ്റിൽ ഫിംഗർ സ്ട്രെങ്ത് കുറവായുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ഇത് എഴുതി വയ്ക്കുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകരിക്കും കേട്ടോ. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മിസ്സ് പഠിപ്പിക്കുന്നത് കൊണ്ട് ആ പാട്ടെടുക്കുമ്പോൾ ഒരുപാട് ഗ്രേസ് നോട്ടത്തിൽ വരാറുണ്ട് പല പാട്ടുകളിലും. അപ്പോഴതൊന്നും കൊച്ചു കുട്ടികളല്ലേ, നിങ്ങളെ പിടിച്ച് കാണിക്കുക എന്നുള്ളത്, അത് പിടിച്ച് നിങ്ങൾക്കൊന്നും പെട്ടെന്ന് മിസ്സ് ഓടിച്ചു വിട്ട് ആർക്കും മനസ്സിലാകത്തില്ല. കൊച്ചു കുട്ടികളെ ഉദ്ദേശിക്കുന്നത് പ്രായമുള്ളവരായാലും ആദ്യമായിട്ട് പഠിക്കുന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോഴെന്താ വെച്ചാൽ നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ട് പിടിക്കുക. ഈ സ്വരത്തിൽ തന്നെ പാട്ടുണ്ട്, അന്യസ്വരം വന്നിട്ടില്ല. മധ്യമരാഗത്തിൻ്റെ പെർഫെക്റ്റ് ആ സ്വരത്തിൽ തന്നെ പാട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് അല്ല ഇത് മിസ് പിടിച്ച് കാണിച്ചിരിക്കുന്നത്. കാരണം
ഇങ്ങനെ അത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കണം. ആ മാലിന്യ നീ നാമിരുന്നു അതൊക്കെ വരുമ്പോൾ വളരെ ഒഴുക്കത്തിലാണ് വരുന്നത്. ആ ഭാഗം ഒന്നും അത്രയും കറക്റ്റായി ക്ലിയർ ആയിട്ടില്ല, അത്ര സ്പീഡ് വന്നിട്ടില്ല. അതെല്ലാം നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ കീ എടുത്തതിന് ശേഷം പാട്ട് കേട്ടുകൊണ്ട് എടുക്കുക. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.